ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു വിഭവം ഉണ്ടാക്കാം. അതായത് പോട്ടി വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് എനിക്കിത് ഏറ്റവും ഇഷ്ടം തോരനാട്ടോ. നല്ല ചൂടോടെ ഇതിങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് ഇതാദ്യം ഒന്ന് വേകാൻ അടുപ്പി വയ്ക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ശകലം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചതച്ചതല്ല കേട്ടോ. ശകലം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചതച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതിന് ഇച്ചിരി വേവ് കൂടുതലുണ്ട്, അപ്പം നന്നായിട്ട് വെള്ളം വേണ്ടി വരും. ഇനി നമുക്ക് അടുപ്പി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ശകലം കുരുമുളക് പൊടിയും അതിൽ നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടുന്ന വേകട്ടെ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള സാധനം കേട്ടോ. ഇനി തോരൻ വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാം. ഇനി ഇതിൽ കുറച്ച് കാന്താരി, ഉണങ്ങിയ കാന്താരി ഉണ്ട്. അതിലേക്ക് ശകലം പച്ച പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഒരിച്ചിട്ടുള്ള നമ്മളതിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് മതി. ഇനി വേണ്ട തേങ്ങയാണ്. ഇങ്ങോട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്തുണ്ട്. ഒരുവിധം വേവായിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പിന്നെ ചെറിയുള്ളി ചാച്ചത് കേട്ടോ, സബോളയില്ല. ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്നും കൂടെ ആദ്യം കിടന്ന് വേകട്ടെ. ഇതാദ്യം തന്നെ ഈ ഉള്ളിയൊക്കെ ഒരുപാട് ഇടാത്ത എന്താണെന്നറിയാമോ, ഇത് കുറേ നേരം കിടന്ന് വേകുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതെ നല്ല ഇതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഒന്നാതി കിടന്നൊന്നുകൊണ്ട് വെന്തോട്ടെ. നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഇങ്ങനെ മേളിൽ തന്നെ കിടന്ന് വേകട്ടെ. ഇതിന് അരപ്പിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഇതിനകത്ത് കുരുമുളക്, കാന്താരി, തേങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. പിന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഇട്ടാൽ ഇത് അരച്ചിരിക്കും. പിന്നെ അത് ചെറിയൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. അരപ്പും എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ശകലം കൂടെ വെള്ളം പറ്റിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണേൽ ചേർക്കാൻ. തേങ്ങയൊക്കെ നല്ല പോലെ
അരപ്പെല്ലാം പിടിച്ചിരിക്കണം. ഈ ശകലം കൂടെ വെള്ളം പറ്റാനുണ്ട്. പറ്റി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചേർക്കാം. നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെള്ളം തോർന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാക്കി കഴിക്കുന്ന വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ. ചക്ക, കപ്പ ഒക്കെ അരപ്പിട്ട് വേവിച്ചതും ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാം. ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ആരും തോരൻ വെച്ച് ഈ സാധനം കൂട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും ഇറച്ചി മസാലയൊക്കെ ഇട്ടാൽ ഇത് എല്ലാവരും സാധാരണ ചെയ്യില്ല. പക്ഷേ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റായത്. ഒരു പ്രാവശ്യം വെച്ച് കഴിച്ച് നോക്കണം എല്ലാവരും. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.